തവക്കൽതു അലല്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ നാവ് കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ, ഈ ലോകത്തിന്റെ അധിപനുണ്ടല്ലോ, ആ പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ. ഈ മനുഷ്യ, അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവൻ എത്ര വലിയ ഭാഗ്യവാനാ. എനിക്കും നിങ്ങൾക്കും വേണ്ടത് അതാണല്ലോ. അതിനു വേണ്ടിയല്ലേ ജീവിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്വർഗത്തിൽ പോകാനല്ലല്ലോ, സ്വർഗത്തിൽ പോകാനല്ലല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിന്റെ അധിപന്റെ സ്നേഹം നമുക്ക് വേണമല്ലോ, അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് വേണമല്ലോ, അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് വേണമല്ലോ. എന്തിനാണോ സ്വർഗത്തിൽ പോകുന്നത്? സ്വർഗത്തിൽ പോയാലല്ലേ അല്ലാഹനെ കാണാൻ പറ്റൂ. സ്വർഗത്തിൽ പോകാനല്ല ജീവിക്കുന്നത്, സ്വർഗത്തിൽ പോയാലേ അല്ലാഹുവിനെ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നതെന്ന് മഹത്തുക്കളെ വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടുമല്ലോ സഹോദരാ. അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുമല്ലോ. ഈ പ്രപഞ്ചത്തിലുള്ള സർവരും നമ്മളെ വെറുത്താലും അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും കിട്ടിയാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? പിന്നെ നമുക്ക് എന്തേടോ നഷ്ടമുള്ളത്? അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, ആ തവക്കൽതു അലല്ലാഹ് ഹൃദയത്തിലേക്ക് ഉറച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയാ. നമ്മൾ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാ, അല്ലാഹുവിനെ നമ്മളെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹ് ആരാണെന്ന് പഠിക്കണം. ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞവരാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞവരല്ലേ, ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞവരല്ലേ. ആ ഇബ്രാഹിം നബി ആരായിരുന്നു എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണോ. അല്ലാഹുവിന്റെ ഖലീല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരുന്നെന്നറിയുമോ? വല്ലാത്ത ഒരു ഈമാനായിരുന്നു. അല്ലാഹുവായിരുന്നു വലുത്, അല്ലാഹുവായിരുന്നു വലുത്. അതുകൊണ്ടാണ് തന്റെ പൊന്നാര മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ പറഞ്ഞപ്പോ ഒരു മടിയുമില്ലാതെ തന്റെ പൊന്നാര മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ ഇബ്രാഹിം നബി തയ്യാറായത്. കാരണം മകനെക്കാളും സ്നേഹം അല്ലാഹുവിനെയാ, മകനെക്കാളും വലിയ സ്നേഹം അല്ലാഹുവിനെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പഠിക്കണം പൊന്നുമോളെ. ഹജറ ബീബി റളിയല്ലാഹു തആല അൻഹ, കറുത്തവളായ ഹാജറ, ഗ്ലാമറില്ലാത്ത ഹാജറ, ഹാജറ ബീബിയുടെ ചരിത്രം പഠിക്കണം പെങ്ങള്. നിറം കറുത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന പെങ്ങള്. ഹജറ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്തവളായിരുന്നു. നിറം കറുത്തതിന്റെ പേരിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത്. നിന്റെ തൊലി കറുത്തതിന്റെ പേരിൽ ഒരിക്കലും പ്രയാസപ്പെടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? 4 കറുത്തവര് സ്വർഗത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. തൊലി കറുത്തതിന്റെ പേരിൽ കുറ്റബോധം, തൊലി കറുത്തതിന്റെ പേരിൽ കളിയാക്കലും പരിഹാസവും കേൾക്കുന്നവര് ഭാര്യ പറയും, നിങ്ങൾ എനിക്ക് ചേർന്നവനല്ല, നിങ്ങൾക്ക് ഗ്ലാമർ ഇല്ലെന്ന് നിങ്ങളുടെ ഭാര്യ കുത്തുവാക്ക് പറയുമല്ലോ. പെങ്ങളെ, ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ നിന്നെ പരിഹസിക്കുന്ന നിന്റെ ഭർത്താവിന്റെ കുത്തുവാക്ക് കേട്ട് നീ ദുഃഖിക്കല്ലേ. ഈ കറുപ്പിന് വിലയുണ്ടടി പെങ്ങള്, ഈ കറുപ്പിന് വല്ലാത്ത വിലയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. കറുത്തവനായ നീഗ്രയായ അടിമയായ മുടിയൊക്കെ നിറച്ചു പോയ ഒരു സദാ മുടി മുഴുവനും ചുരുണ്ടുപോയ ഒരാളാ കറുത്തവനായ സ്വഹാബി ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ മുന്നിലേക്ക് അവിടുന്ന് കടന്നു വരുന്നു. യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ വെളുത്തവര് മാത്രമേ കടന്നു പോകുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്,
സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ? അള്ളാന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി, അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചോദിച്ചത്? ആ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എവിടെ ചെന്നാലും എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല നബിയേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവരല്ലാഹു ഇഷ്ടപ്പെടുകയാണ്, അവരല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മയ്യതവക്കൽ അലല്ലാഹി ഫഹവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. പഠിക്കടോ മുസ്ലിമേ, പഠിക്കടോ മുസ്ലിമേ. ഈ കാലഘട്ടം അവനല്ല മതിയാവുകയാണ്, അവനല്ലാഹു മതിയാവുകയാണ്. ഏത് വിഷയം വന്നാലും അല്ലാഹുവിന് മതിയാവുകയാണ്. ഒരു പേടിയുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ദുഃഖവുമില്ല, അവന് പരാതിയില്ല. കാണുന്നവരോട് മുഴുവനും പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ അല്ലാഹു മതിയാവുകയാണ്, അല്ലാഹു അവന് മതിയാകുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും പറഞ്ഞു, ഇബ്രാഹിമിന് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയാ തീരുമാനിച്ചു. ജനങ്ങൾ വലിയ ഒരു കുഴിയെടുക്കുകയാണ്, വലിയ ഒരു കുഴിയെടുക്കുകയാണ്. വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് തീ കത്തിക്കുകയാണ്. ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടിടാൻ കഴിയുന്നില്ല. ആ തീയുടെ വലിപ്പം എന്തെന്നറിയുമോ? ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അമ്പും വില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ തീക്കുണ്ടാരത്തിലേക്ക് എയ്ത് വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി ഉയരമുള്ള സ്ഥലത്തിങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാ. ഇങ്ങനെ എയ്ത് വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ശത്രുക്കള് അമ്പയ്യാ സമയമാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, നബിയേ, ഞാൻ രക്ഷപ്പെടുത്തട്ടെ നബിയേ, ഞാൻ രക്ഷപ്പെടുത്തട്ടെ. ഈ കുണ്ടാരം ഞാൻ അണച്ചു തരാ നബിയേ, അങ്ങയെ രക്ഷപ്പെടുത്താ നബിയേ, എനിക്ക് അനുവാദം തരുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ സഹായിക്കാൻ എന്നെ പടച്ച റബ്ബുണ്ടല്ലോ. ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹ് ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ. കടന്നിട്ട് ഒരു രോമത്തിന് പോലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ഒരു രോമം പോലും കരിയാതെ നോക്കി നിന്ന ശത്രുക്കളുടെ കണ്ണ് തള്ളുന്ന രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന് ഇറങ്ങി വന്നെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ഇതൊന്നും കഥയല്ലടാ ചെറുപ്പക്കാരാ, ഉപ്പമാരെ, ഇതൊന്നും വെറുതെ പറഞ്ഞു തരുന്നതല്ല. ഇത് നിനക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ, ഇത് നിനക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാ. ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്തിനാ മോനെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ്